അപ്പോൾ നമുക്കൊരു കോളർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷക നമ്മുടെ സ്ക്രീനിലേക്ക് എത്തുന്നു. കണ്ണൂരിൽ നിന്നാണ് സഫിയ. അതെ അതെ. ഹായ്. ഉമ്മ സുഖാണോ? ആ സുഖാണ്. കണ്ണൂരിൽ എവിടെയമ്മ? കണ്ണൂര് പേരാവൂര്. കണ്ണൂരുകാരനാട്ടോ അവിടെ നിൽക്കുന്നത്. ഞാൻ പയ്യന്നൂരാണ്, കുറച്ച് ദൂരമുണ്ട് പേരാവൂരിലേക്ക്. നമ്മുടെ രഞ്ജുവിന്റെ ഒക്കെ വീടിന്റെ അടുത്താണ്. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? അതെ, വീട്ടിൽ ഇപ്പൊ ഞാനും മോനും ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഷോ കാണാറുണ്ടോ എല്ലാ ദിവസവും? തീർച്ചയായിട്ടും. എന്നിട്ട് എന്ത് തോന്നി ഷോ കണ്ടിട്ട്? ഓ വളരെ നല്ലത്. ഒരു ഉഷാറില്ലല്ലോ, കഴിച്ചില്ലോ? ഭക്ഷണം കഴിച്ചില്ലേ? ഓ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് കിടക്കാനുള്ള കണ്ണൂര് പൊതുവെ നല്ല വിഭവങ്ങൾക്കൊക്കെ പ്രസിദ്ധമാണല്ലോ. അപ്പം എന്താണെങ്കിലും അത്തരത്തിൽ നല്ല അടിപൊളി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആളാണെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? ഏകദേശം. ഇന്നെന്താ ഉണ്ടാക്കിയേ സ്പെഷ്യലായിട്ട്? ഇന്നും മോനുണ്ടായിരുന്നത് കൊണ്ട് ചെമ്മീൻ ബിരിയാണി. പ്രസിഡന്റ് കഴിക്കാണ്ട് നിൽക്കാട്ടോ. അവനോട് ഞാൻ ഭക്ഷണത്തെ കുറിച്ച് എടുത്തെടുത്ത് ചോദിക്കുന്നത്. 24ന്റെ സ്ഥിരം പ്രേക്ഷകയാണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഷോസ് നമ്മുടെ ന്യൂസ് ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ നമ്മുടെ അടുത്ത് പറയാൻ? നല്ല അഭിപ്രായം തന്നെ. 24 ചാനലിന്റെ ന്യൂസ് മാത്രമേ ഞാൻ കാണാറുള്ളൂ. സന്തോഷം. അപ്പൊ അത് തുടരുക അമ്മ. വീട്ടിലെ മോന്റെ അടുത്ത് അന്വേഷണം പറയാം. പറയൂ. ഒരു അധ്യാപികയാണ്. 1 വർഷമായി റിട്ടയർ ചെയ്തിട്ട്. എവിടെയായിരുന്നു? ഏത് സ്കൂളായിരുന്നു ടീച്ചറായിട്ട് വർക്ക് ചെയ്തത്? ഞാൻ ഒരു 25 വർഷത്തോളം മലപ്പുറം ജില്ലയിലായിരുന്നു. ലാസ്റ്റ് റിട്ടയർ ചെയ്തത് ഇരിട്ടിയുടെ അടുത്തുള്ള വിളക്കോട് UP സ്കൂളിൽ നിന്ന്. അപ്പൊ ഒരുപാട് ശിഷ്യ സമ്പത്തുള്ള ആളാണ്. അപ്പൊ ശിഷ്യരാരെങ്കിലും ഒക്കെ ചിലപ്പോ ഈ പരിപാടി കാണുന്നുണ്ടാവും. അവർക്കെല്ലാം സന്തോഷമായിട്ടുണ്ടാവും. സഫിയ ടീച്ചറെ സ്ക്രീനിൽ കണ്ടു എന്ന് ഇപ്പൊ ഇങ്ങനെ പറയണ്ടാവും. എല്ലാവരും ഓടി വന്നിരിക്കുന്നുണ്ടാവും ടി വി മുമ്പിൽ. അപ്പൊ നമ്മൾ അവരുടെ അടുത്തും പറയാണ്. അപ്പോൾ ടീച്ചറെ വിളിച്ചതിൽ ഒരുപാട് നന്ദി. ഇനിയും നമ്മുടെ ഷോസും നമ്മുടെ ന്യൂസൊക്കെ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. ഗുഡ് നൈറ്റ്. സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. സന്തോഷം. ഓക്കെ, ഗുഡ് നൈറ്റ്. കണ്ണൂരിൽ നിന്ന് സഫിയ ഒരു ടീച്ചറാണ്, റിട്ടയർ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് സന്തോഷം സംസാരിക്കാൻ സാധിച്ചതില്ല.